അപ്പൊ റിയൽ ലൈഫില് നിങ്ങള് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ക്യാരക്ടേഴ്സിന് എവിടെയെങ്കിലൊക്കെ സാമ്യത? അത് നോക്കുമ്പോ എനിക്കൊന്നും ഏകദേശം എല്ലാ മനുഷ്യരുടെയും ഉള്ളില് എല്ലാ സ്ത്രീകളെ തന്നെ പറയാം, പുരുഷന്മാരെ എനിക്ക് അറിഞ്ഞൂടാ. ആ ചോദ്യത്തിനകത്ത് ചെറിയൊരു ദുരൂഹതയുണ്ട്. പ്രണയിക്കുന്നുണ്ടോ, എന്തെങ്കിലും അതിപ്പോ എല്ലാവരും പ്രണയിക്കുന്നുണ്ടാവുമല്ലോ. അല്ലെങ്കിലും ഇതിന്റെ സീനുകൾ എവിടെയെങ്കിലും റിയൽ ലൈഫിലൂടെ കടന്നുപോയ എന്തെങ്കിലും മുഹൂർത്തങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സീൻ സംവിധായകൻ അറിഞ്ഞോ അറിയാതെയോ എഴുതിയിട്ടുണ്ടോ? സീനിൽ നമുക്ക് ഞാൻ പറയാം, ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞില്ലേ പാട്ടുകൾ 6 പാട്ടുണ്ട്. 6 പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അത് ശരിക്കും ഒരു സ്വപ്നം പോലെയാണ്. ആ പാട്ടുകളെല്ലാം സ്വപ്നം. ഒരു സ്ത്രീയെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതലും എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാളിലും കുറച്ച്, ഇപ്പം എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, കുറച്ച് എന്താ പറയുക, എഴുതുകയും താല്പര്യമുള്ളവരും വായിക്കാൻ താല്പര്യമുള്ളവരും എനിക്ക് തോന്നുന്നൊരു പകുതി സമയം അവർ ഉണർന്നിരിക്കുന്നതിൻ്റെ പകുതി സമയം എനിക്ക് തോന്നുന്നു കുറച്ച് സാങ്കല്പിക ലോകവും അതിലൂടെ പോകുന്നവരായിരിക്കും. പക്ഷെ അവർക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ആ ഒരു സാങ്കല്പിക ലോകത്തിലൂടെ പോകാൻ സ്ത്രീകൾക്ക് പൊതുവെ സമയം കിട്ടുന്നുണ്ട്. ജോലി ഇപ്പം കിച്ചണിൽ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാമല്ലോ, മനസ്സ് സഞ്ചരിച്ചാൽ മതിയല്ലോ. അത് തന്നെയാണ്. അപ്പം ശരിയാണ്. അപ്പൊ ഈ റിയൽ വേൾഡും സാങ്കല്പിക വേൾഡും തമ്മിലുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാവാം. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് കളയുന്നതിനൊട്ടും താല്പര്യമില്ല. അപ്പം എല്ലാവരും പറയും റിയാലിറ്റിയിൽ ജീവിക്കൂ ഇങ്ങനെയല്ല എന്ന് പറയും. അപ്പോൾ പക്ഷെ എനിക്കത് കളയുന്നത് ഇഷ്ടമല്ല. അത് കളഞ്ഞു ഞാൻ പലപ്പോഴും പറയും, എൻ്റെ മോളൊക്കെ പറയും അമ്മയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണും. അപ്പോൾ ഞാൻ പറയും സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പം ഏറ്റവും കൂടുതൽ അങ്ങനെ സങ്കല്പിക്കുന്നത് എന്താണ്? കൂടുതലും സത്യത്തിൽ ഈ നമുക്ക് ഈ പ്രണയം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ സങ്കല്പിക്കുന്ന അത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പുരുഷ ബിംബമോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താ പറയുന്നത് ഒരു ഒഴുകി നടക്കുന്ന പറയുന്നത് ഇപ്പം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ഒരു മാർദ്ദവം ഒരു ഒഴുകി നടക്കുന്ന ഒരു ഫീൽ, ഒരു ഡപ്പയ്ക്കകത്തിരിക്കുന്ന നെയ്യ് ഒഴുകിയാൽ കൂടുതൽ ഒഴുകി പോകും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും. പക്ഷെ അതൊരു ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ, അങ്ങനെ അല്ലാതെ വരുമ്പോൾ നമ്മള് ഇപ്പം ഇങ്ങനത്തെ ഒരു ചിന്തകളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരുമാതിരി ഭയങ്കര ഒരു ഡ്രൈ ഫീൽ. അത് തന്നെയല്ല ഭയങ്കര എന്താ പറയാ, നമ്മള് ഭയങ്കര ദേഷ്യമൊന്നുമില്ല, ഒട്ടും മൃദുലത ഇല്ലാത്ത ഒരാളായിട്ട് ഇതൊക്കെ അങ്ങനെ മാറും എന്നൊക്കെ ഒരു ചിന്തയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ഭാവം വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് ആകും. അങ്ങനെ ഇതിന് മലയാളത്തില് പറയുന്ന ഒരു പച്ചക്കൊരു വാക്കുണ്ട്, ഭ്രാന്ത് എന്ന് പറയും. സത്യം പറയും ഭ്രാന്തില്ലാത്ത മനുഷ്യരുണ്ടോ? അല്ല, ആരും നോർമൽ അല്ലാന്നാണല്ലോ പറയുന്നത്. പക്ഷെ അതിനേക്കാളൊരു പ്രണയം എന്ന് പറയുന്നത് ഒരാൾക്ക് അയാളുടെ ചിന്തയ്ക്കും ആളിനും സൗന്ദര്യം കൊടുക്കുകയും ആളില് എന്താണ് ധാരാളം സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ലേ പ്രണയം. സത്യം പറയാം ഭ്രാന്ത് ഒരു നെഗറ്റീവ് സാധനമല്ല കേട്ടോ. ഈ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു, അവരിത് മാറ്റാനായിട്ടാണല്ലോ സൈക്കോളജിസ്റ്റുകൾ ഇരിക്കുന്നത്. പാപ്പാനെ ചവിട്ടിക്കൊന്നു എന്ന് പറയുമ്പോഴ് ഞാൻ അതിശയിക്കാറ്. കാരണം ആ മതമിളകി ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു എന്ന് പറയും. പക്ഷെ ആ സമയത്ത് ആനയ്ക്ക് സ്വബോധം ഉണ്ടായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പാപ്പാന്റെ എന്തെങ്കിലും മൃഗീയമായ പീഡനം കാരണമായിരിക്കാം, ഇവന് സഹിക്കാൻ വയ്യാതായിരിക്കാം ഒരു പക്ഷെ ഒരു ചവിട്ട് കൊടുക്കുകയോ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കും. പക്ഷെ അതൊരു ജീവൻ നഷ്ടപ്പെടുകയാണ്. അതിനെ കുറച്ച് കണ്ടിട്ടല്ല പറയുന്നത്. പക്ഷെ ആ സമയത്ത് ആനയുടെ സ്വബോധത്തിലേക്ക് വന്ന് ഞാൻ ഇത്രയും പീഡിപ്പിക്കപ്പെടുന്നു, ഇനി ഇത് തുടർന്ന് കൊണ്ടുപോയി കൂടാ എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ തിരിച്ചറിവിലാണ് ആ പാപ്പൻ അന്ത്യം. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതിന്റെ മണ്ടയ്ക്ക് വേണേലും കിടന്നുറങ്ങാം. ഈ കാലെ കിടന്നുറങ്ങുന്നു, തുമ്പിക്കൈയെ കിടന്നുറങ്ങുന്നു, ഇതെല്ലാം നമ്മൾ ചിത്രങ്ങളും വീഡിയോകളൊക്കെ കാണാറുണ്ട്. പക്ഷെ അയാളെ ആനയെ കൊണ്ട് നടക്കുന്ന പാപ്പാൻ ആനയിൽ നിന്ന് ഉപദ്രവം ഏൽക്കുന്നുണ്ടെങ്കിൽ ആ ആനയ്ക്ക് ആ സമയത്ത് സ്വബോധം ഉണ്ടാകുന്നുണ്ട്. അതുവരെ ആ ഭ്രാന്തിലാണ് ആന ജീവിക്കുന്നത്. അത് മതമിളകി എന്ന് പറയുന്നത് അത് അയാളുടെ ആ ആനയുടെ ആ മൃഗത്തിന്റെ സ്വാഭാവികമായ സ്വഭാവം, റിയാക്ഷനാണത്.
അതുപോലെയാണ് മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും ഓരോ തരത്തിലൊരു ഭ്രാന്തുണ്ട്. ഭ്രാന്തില്ലാത്ത മനുഷ്യർക്ക് എനിക്ക് തോന്നുന്നു വെറും ജഡമാണെന്ന് തോന്നുന്നു. അവർക്കൊന്നും ജീവിക്കാൻ അർഹതയില്ല ഈ ഭൂമിയിൽ. ഭ്രാന്തുണ്ടെങ്കിൽ മാത്രമേ എന്നല്ല, പക്ഷേ ഞാൻ എന്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഭ്രാന്ത് ഉള്ള മനുഷ്യർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ. ഭ്രാന്തല്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു അഗാധമായ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള, അതിപ്പം ഈ ലോകത്തുള്ള ഇന്ന് കണ്ടത് കണ്ടുപിടുത്തങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനോടുള്ള ഒരു ഭ്രാന്തമായ ആവേശം അല്ല അഭിനിവേശം ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക്. പ്രണയവും അത് തന്നെയാണ്. ഇഷ്ടത്തിന്റെ മറ്റൊരു വാക്കാണ് ഭ്രാന്ത്. ഭ്രാന്ത് ഒരു നെഗറ്റീവ് വാക്കായിട്ട് ഞാൻ അത് ആ ഇഷ്ടത്തിന്റെ ഒരു എക്സ്ട്രീമാണത്. നല്ല ഇഷ്ടത്തിന് പറയാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ്. ഇതൊക്കെ ഒരുപക്ഷെ എനിക്ക് വിമർശനങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഞാൻ അതിന് സിനിമാ പ്രേമികൾ എന്ന് പറയുന്നത് സിനിമാ പ്രാന്തന്മാരും പ്രേമികൾ എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും ബാക്കിയുള്ളവരെയാണ് നോക്കാം. പ്രേമം എന്ന് പറയുമ്പോൾ അതിനൊരു ക്യൂട്ടായിട്ടുള്ള വാക്ക്. ഭ്രാന്ത് എന്ന് പറയുമ്പോൾ വേറെന്തോ ഒരു ഭ്രാന്ത് എന്ന് പറയുമ്പോൾ മറ്റൊന്നിലേക്കും പോകുന്നില്ല, അതിലേക്ക് തന്നെയാണ് നമ്മുടെ ആ ശ്രദ്ധയും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ആ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ സിനിമയോടൊപ്പം ഭ്രാന്ത് എന്നൊരു വാക്ക് ചേർക്കുമ്പോൾ അത് പോസിറ്റീവ് ആയില്ലേ? സിനിമാ ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ സിനിമയെ കൂടുതലായി ഇഷ്ടപ്പെടുന്ന ഒരാൾ, അപ്പൊ ആ ഒരു ഭ്രാന്തിന് ഒരു പോസിറ്റീവ് സാധനം വന്നില്ലേ? അതുകൊണ്ട് എന്റെ നിഗമനം, എന്റെ ഇഷ്ടം, എനിക്ക് ഭ്രാന്ത് ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ കണ്ടിരിക്കുന്നത്. ഭ്രാന്ത് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ അർഹതയില്ല. എന്റെ ഭ്രാന്ത് എന്റെ സിനിമയും അല്ലെങ്കിൽ എന്റെ എഴുത്തുകളും എന്റെ ഈ ലോകവുമാണ്. എന്റെ ഭ്രാന്തമായ ആ ലോകത്തിൽ ഞാൻ എന്നെ സൃഷ്ടിച്ചു വെച്ചിട്ട് ഞാൻ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്.